ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽ-ഖ്വയ്ദ എന്ന UN സുരക്ഷാ കൗൺസിൽ നിരീക്ഷക സമിതി റിപ്പോർട്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ-ഖ്വയ്ദ തുടങ്ങിയ ഭീകര സംഘടനകളുടെ ഉപരോധ നടപടികൾ നിരീക്ഷിക്കുന്ന കമ്മിറ്റിയുടേതാണ് റിപ്പോർട്ട്. 2 ഭീകര സംഘടനകളും ജൈവരാസായുധങ്ങൾ നിർമ്മിക്കുന്നതിന് പദ്ധതികൾ തയ്യാറാക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വിശദാംശങ്ങൾ. തീർച്ചയായും ഏറ്റവും ഗൗരവമേറിയ ഒരു റിപ്പോർട്ടാണ് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾക്കുള്ള ഉപരോധങ്ങൾ സംബന്ധിച്ചും അത് സംബന്ധിച്ചുള്ള പഠനങ്ങളും അത് സംബന്ധിച്ച് തുടരേണ്ടത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്ന സമിതിയുടെ റിപ്പോർട്ട് പരാമർശിക്കുന്നത്. നേരത്തെ, അതായത് 2025 നവംബറിൽ ഈ സംഭവമുണ്ടായ ആ വർഷം തന്നെ, അതായത് 2025 ഡിസംബറിൽ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇത് പുറത്തു വരികയും ചെയ്തത്. ഈ പുറത്തു വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അൽ-ഖ്വയ്ദയ്ക്കും ISനും കൃത്യമായ ഇടപെടൽ ഇതിലുണ്ട്. അതായത് ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നടന്ന ആക്രമണത്തിൽ, ബോംബാക്രമണത്തിലും ഈ ഭീകരാക്രമണത്തിലും കൃത്യമായ പങ്കുണ്ട് എന്ന കൃത്യമായൊരു സൂചനയാണ് അതിൽ നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അൽ-ഖ്വയ്ദ ഉൾപ്പെടെയുള്ള സംഘടനകളെ അന്താരാഷ്ട്ര തലത്തിൽ ഉപരോധിച്ചിട്ടുണ്ടെങ്കിലും അൽ-ഖ്വയ്ദ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അൽ-ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങളുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സംവിധാനങ്ങളെ, അല്ലെങ്കിൽ ആ സംഘടനകളെയോ അല്ലെങ്കിൽ ആ ഭീകര സ്വഭാവമുള്ള ആ സംവിധാനങ്ങളെ ഒരു തരത്തിലും പട്ടികപ്പെടുത്തുകയോ ലിസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സംഘടനയ്ക്ക് ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് കൃത്യമായി, അല്ലെങ്കിൽ അതിൽ ഭാഗമായിട്ടുണ്ട് എന്ന് കൃത്യമായൊരു നിരീക്ഷണം അല്ലെങ്കിൽ കൃത്യമായൊരു നിഗമനത്തിലേക്ക് ഈ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഉപസമിതി എന്ന് തന്നെ പറയാവുന്ന UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഇത്തരം വിഷയങ്ങൾ നിരീക്ഷിക്കുന്ന സംവിധാനം കൃത്യമായ പഠനം നടത്തിയ റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നത്. ISൻ്റെയും അൽ-ഖ്വയ്ദയുടെയും ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടായ സാഹചര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. NIA ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇക്കാര്യം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ ആക്രമണത്തിൻ്റെ സ്വഭാവം തന്നെ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിഭീകരമായ സ്വഭാവമുള്ള ഭീകര സംഘടനകളുടെ ഒരു റാഡിക്കലൈസേഷനും അതുപോലെ തന്നെ അവരുടെ ഒരു സാങ്കേതിക ഇടപെടലും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, വൈറ്റ് കോളർ ടെററിസം എന്ന രീതിയിലൊക്കെയാണ് ഇത് പരാമർശിക്കപ്പെടുകയും ചെയ്തത്. നമുക്കറിയാം, അൽഫല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഹരിയാനയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ഇതിൽ നേരിട്ട് ഇടപെടുന്ന ചില വിഷയങ്ങൾ ഉണ്ടാവുകയും ഡോക്ടർമാരൊക്കെ പ്രതികളാവുകയും അല്ലെങ്കിൽ ചാവേറാകുകയും ചെയ്യുന്ന സാഹചര്യം, അതുപോലെ തന്നെ വൻതോതിൽ രാസവസ്തുക്കൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം, രാസജൈവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു ഒരുക്കങ്ങൾ ഈ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നും കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്. ബംഗ്ലാദേശിൽ ഉൾപ്പെടെ സ്ലീപ്പർ സെല്ലുകൾ സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ UN നിരീക്ഷക സമിതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഐസൺ ജോസ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.